ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये മഹാഭാരതം. ചിത്സ്വരൂപികളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം അനുകരണീയമായ ജീവിതം. മുക്തസംഗോ നഹം വാദി ധൃത്യുത്സാഹസമന്വിതാ സിദ്ധസിദ്ധ്യോർ നിർവികാരഃ കർത്താ സാത്വികമുച്യതേ. കർമ്മത്തിന്റെ ബന്ധത്തിൽപ്പെടാത്തവനും ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന് അഭിമാനിക്കാത്തവനും ധൈര്യത്തോടും ഉത്സാഹത്തോടു കൂടിയവനും സിദ്ധിച്ചാലും സിദ്ധിച്ചില്ലെങ്കിലും ഭാവഭേദങ്ങൾ ഉണ്ടാകാത്തവനുമായ ഒരാളെ സ്വാത്വികൻ എന്ന് പറയുന്നു. പ്രിയരെ, മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് സ്വാത്വികന്മാർ, രാജസന്മാർ, താമസന്മാർ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. സ്വാത്വികന്മാരായ ആളുകളുടെ പ്രകൃതിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. സുഖദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ലാഭനഷ്ടങ്ങളിലുമെല്ലാം സമഭാവം പുലർത്തുക എന്നത് പറയാൻ എളുപ്പമാണെങ്കിലും ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ദുഷ്കരമാണ്. സുഖമോ നേട്ടമോ വിജയമോ ഉണ്ടാകുമ്പോൾ സന്തോഷത്താൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നവരും പരാജയം സംഭവിക്കുമ്പോൾ വിഷാദ കലുഷിതനും നിരാശാ വിവശനുമായി തീരുക മനുഷ്യ സ്വഭാവമാണ്. സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതിയും സമഭാവന പുലർത്തിയും പ്രവർത്തിക്കുവാൻ സാധിക്കുകയെന്നത് മനുഷ്യജീവിതത്തിന്റെ അത്യുന്നത മേഖലകളിലേക്ക് കയറിച്ചെല്ലുവാനുള്ള ഒരു ഉറച്ച കാൽവെപ്പാണ്. സ്വാത്വികനായ ഒരാളുടെ ഏത് പ്രവൃത്തിയും ഉത്സാഹത്തോടുകൂടിയതായിരിക്കും. ധൈര്യശാലിയായതുകൊണ്ട് തടസ്സങ്ങളും എതിർപ്പുകളും തനിയെ വഴിമാറി നിന്നുകൊള്ളും. ധൈര്യവും ഉത്സാഹവും ഇല്ലാത്തവർക്ക് ഈ ലോകത്തിൽ ഫലവത്തായി പ്രവർത്തിക്കുവാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ പ്രവർത്തിക്കുകയും അരുത്. സർവേശ്വരന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഭാവന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിലുണ്ടാവണം. ഇങ്ങനെയുള്ള ഒരാളുടെ ജീവിതം അനുകരണീയവും ആദർശപൂർണവുമായിരിക്കും. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.